എ കെ ആന്റണി വാർത്താസമ്മേളനം പ്രതിപക്ഷത്തെയാണ് വെട്ടിലാക്കിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടി നൽകാൻ എ കെ ആന്റണി ഇറങ്ങിയത് ഗതികേടാണെന്ന് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നു. അതേസമയം എ കെ ആന്റണി പിണറായി വിജയന്റെ അജണ്ട പൊളിച്ചെന്നാണ് മറ്റൊരു വിഭാഗം നേതാക്കളുടെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങളെ സ്വയം പ്രതിരോധിക്കാൻ എ കെ ആന്റണി നടത്തിയ വാർത്താസമ്മേളനം കോൺഗ്രസിനെ വെട്ടിലാക്കിയെന്നാണ് വിലയിരുത്തൽ. നിയമസഭയിൽ പിണറായി വിജയൻ ഉന്നയിച്ച ആരോപണങ്ങൾ ആരും പ്രതിരോധിച്ചില്ലെന്നായിരുന്നു എ കെ ആന്റണിയുടെ പരിഭവം. പ്രതിപക്ഷം ദുർബലമാണെന്നതിന്റെ സൂചനയാണ് ഈ പരാമർശമെന്ന് ഒരു വിഭാഗം നേതാക്കൾ വാദിക്കുന്നു. മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ അജണ്ട എ കെ ആന്റണി തകർത്തെന്നാണ് മറുഭാഗത്തിന്റെ വാദം. തങ്ങളുടെ കഴിവുകേടുകൾ, പിഴവുകള് അത് മനസ്സിലാക്കാൻ സാധിക്കാത്തവര്, അത് അംഗീകരിക്കാൻ കഴിയാത്തവര് മറ്റുള്ളവരിൽ ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് ഈ പ്രശ്നം. അതിനുള്ള ചുട്ട മറുപടിയാണ് എ കെ ആന്റണി കൊടുത്തത്. സർക്കാരിനെതിരെ ആഞ്ഞടിക്കണമെന്ന നിർദ്ദേശമാണ് നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത്. വാർത്താ സമ്മേളനം കോൺഗ്രസിൽ ചർച്ചയായതോടെ കൂടുതൽ പ്രതികരണത്തിന് എ കെ ആന്റണി തയ്യാറായില്ല. പ്രതിപക്ഷത്തിന്റെ ദൌർബല്യമാണ് എ കെ ആന്റണി ചൂണ്ടിക്കാട്ടിയതെന്ന് ചില കോൺഗ്രസ് നേതാക്കൾ വിമർശിക്കുന്നു. അതേസമയം നിയമസഭയിൽ ഭരണപക്ഷം സ്കോർ ചെയ്തിട്ടില്ലെന്നാണ് കെ മുരളീധരന്റെ വിലയിരുത്തൽ. അങ്ങനെ ഒരു സ്കോർ ചെയ്തായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. മൊത്തത്തിൽ സർക്കാരിന്റെ വീഴ്ചകൾ തുറന്നു കാണിക്കാൻ കഴിഞ്ഞു. ശിവഗിരിയിലെയും മുത്തങ്ങയിലെയും പോലീസ് ഇടപെടലിന് ഇ കെ നായനാർ സർക്കാർ നൽകിയ ക്ലീൻ ചിറ്റ് ചർച്ചയാകാൻ എ കെ ആന്റണിയുടെ വാർത്താ സമ്മേളനം വഴിയൊരുക്കിയെന്നാണ് കോൺഗ്രസിന്റെ പൊതുവിലയിരുത്തൽ. ആന്റണിയുടെ ഇടപെടൽ തെരഞ്ഞെടുപ്പ് അജണ്ട സെറ്റ് ചെയ്യാൻ സഹായകരമാകുമെന്നും നേതാക്കൾ കരുതുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.